തറവാട് ക്ഷേത്രമായിട്ട് എങ്ങനെയാ സ്ഥിരം പോവാറുണ്ടോ? ഒട്ടും പോവാറില്ല എന്ന് തന്നെ പറയാം. ക്ഷേത്രം ജ്യേഷ്ഠനാണ് കൈകാര്യം ചെയ്യുന്നത്. അവരായിട്ട് അത്ര സുഹൃത്തിലല്ല. അതിന്റെ ദോഷങ്ങൾ കാണാനുണ്ട്. ഈ പെറ്റമ്മയ്ക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ തീർത്ഥാടനം നടത്തിയിട്ട് എന്തിട്ടായിരുന്നു? ദോഷങ്ങൾ മാറാപ്പായിട്ട് ചുമലുണ്ട് മക്കളുടെ. പണിക്കര് പറഞ്ഞത് ശരിയാ. അതിന്റെ ദോഷങ്ങളെ ഞങ്ങളിപ്പോ അനുഭവിച്ചോണ്ടിരിക്കും. ഈ ദോഷങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദോഷ പിതൃദോഷം എന്ന് പറയുന്നത്. പിതൃക്കളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പ്രസന്നരാണെങ്കിലേ ദൈവങ്ങൾ പോലും നമ്മളെ പ്രസാദിക്കും. വെറുതെ അല്ല വീട്ടിൽ ആർക്കും ഒരു സസ്പെൻഡ് ചെയ്യാത്തത്. ഈശ്വരകൃപ ഒപ്പില്ലാത്ത തറവാടായി മാറി നമ്മുടേത്. സത്യം പറയാലോ പണിക്കരെ, തറവാട്ടില് ചേട്ടൻ അനിയന്മാര് തമ്മിൽ എന്നും വഴക്കാം. രോഗം ഒഴിഞ്ഞിട്ട് ഒരു ദിവസം പോലും ഇല്ല വീട്ടിൽ. പിന്നെ ഈ അടുത്ത് നമ്മുടെ തറവാട്ടിലൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. 2 മാസത്തിനുള്ളിൽ 4 മരണമാണ് തറവാട്ടിൽ കഴിഞ്ഞത്. ഈ ശകുനം അറിയ പാപി ചെന്നറിയുന്നത് ചോദ്യം. പിതൃദോഷമുള്ളവര് ദോഷം തേടി എവിടെ അലയേണ്ടതില്ല, അത് വന്ന് കയറിക്കൊള്ളും. അതാ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഞങ്ങളിനി എന്താ ചെയ്യേണ്ട പണിക്കര്? ഈ കർമ്മഫലം എന്ന് പറയുന്ന ഒന്നുണ്ട്, അത് അനുഭവിച്ച് തന്നെ തീർക്കേണ്ടതാണ്. ഇതിനൊരു പരിഹാരം ഇല്ലേ പണിക്കരെ? ഞങ്ങൾ എത്ര പണം വേണേൽ ചെലവാക്കാം. ഇതിനെങ്ങനെയും ഒരു പരിഹാരം കണ്ടെത്തി തരണം. പരിഹാരം ഇല്ലാതില്ല, പക്ഷെ നിങ്ങൾ ഈ പറയുന്ന പോലെ കുറെ പണം ചെലവാക്കി കുറെ പൂജകളും കർമാദികളൊക്കെ ചെയ്തുകൊണ്ടൊന്നും ഇതിനൊരു പരിഹാരം ഉണ്ടാവുന്നു തോന്നുന്നില്ല എനിക്ക്. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ട പണിക്കര്? ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാതാപിതാക്കളെ നോക്കാത്തതിന് കോടതി ഇപ്പൊ ചില ശിക്ഷണ നടപടികളൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല കാര്യം തന്നെ. പക്ഷെ അതുപോലെയൊന്നും അല്ല ഇത്. ഇതൊരു തരം ശാപമാണ്. ശാപത്തിലെ ഏറ്റവും വലുതായി പിതൃദോഷം പറയുന്നത്. അത് അത്ര പെട്ടെന്നൊന്നും നമ്മുടെ ജീവിതത്തിൽ മാറില്ല. പ്രയാസമാണ്. അമ്മ പട്ടിണി കിടന്നിട്ട് മരിച്ച്, അച്ഛൻ ആത്മഹത്യം ചെയ്തു. ഇത് ഞങ്ങളുടെ രണ്ടാളുടെയും കൂടി പിടിപ്പേടുകൊണ്ട് സംഭവിച്ചു പോയതാ. ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ട പണിക്കര്? പണിക്കരെ, ഈ പണത്തിന്റെ പിന്നാലെ പോയപ്പോ ഉത്തരവാദിത്തത്തിൽ നിന്നും കടമയിൽ നിന്നൊക്കെ ഒരുപാട് വ്യതിചലിച്ചു പോയി. ഞങ്ങൾ എന്ത് ശിക്ഷ വേണേ വാങ്ങാൻ തയ്യാറാണ്. ഇങ്ങനെ നേരെ ജീവിക്കാൻ വയ്യ പണിക്കരെ. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തി തരണം. ഞാൻ എന്റെ മകന് ഇന്നലെ ആക്സിഡന്റ് ഉണ്ടായി. ഭാഗ്യം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയത്. ഈ മനസ്താപം എന്നാൽ മഹാശാപത്തിന് തുല്യമെന്നാണ്. തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കി പ്രായശ്ചിത്തം ചെയ്യാൻ അതേ വഴിയുള്ളൂ. എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. അതിന് എത്ര പണം ചെലവാക്കാനും ഞങ്ങൾ തയ്യാറാണ്. ആ മനോഭാവം നിങ്ങൾ മാറ്റണ്ടേ. പണം കൊടുത്താൽ കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നടത്തും. അവിടെയാണ് നിങ്ങൾ മാറേണ്ടത്. നിങ്ങളുടെ കയ്യിൽ കാശില്ല. ഇപ്പോൾ കാശില്ലാത്ത അനവധി പേര് കിടപ്പാടില്ലാത്ത ആളുകൾ, ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത ആളുകളുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം നടത്താനായിട്ട് കാശില്ലാത്ത എത്ര കുട്ടികളാണ് ഉള്ളത്, എത്ര കുടുംബങ്ങളിൽ. അവരൊന്ന് സഹായിച്ചു നോക്കി. നിങ്ങളുടെ ഈ ദോഷങ്ങൾ തീരാൻ ഇത്രയും മഹത്തായ ഒരു സൽക്കർമ്മം വേറെ ഇല്ല. സഹായിച്ചൂടെ? നിങ്ങൾക്ക് നല്ല കർമ്മങ്ങൾ ചെയ്യും. അതിലൂടെ തന്നെ നിങ്ങളുടെ ഈ പറയുന്ന ഒരുപാട് ദോഷങ്ങൾ മാറിപ്പെടും. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ കുറേ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് ചെയ്യുക, കുറേ പൂജാതി കർമ്മങ്ങൾ ചെയ്യുക, ചെയ്യണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇനി എങ്ങനെ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോ. കർക്കിടക വാവ വരുന്നത്, ഇത് കർക്കിടക മാസം. ആ വാവുന്ന ആൾ പിതൃക്കൾക്കായിട്ട് അവരുടെ മോക്ഷത്തിന്, അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി കർമ്മം ചെയ്യുക. അതിന് പറ്റിയൊരു അവസരം. അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ വാവ് ഭരിക്ക് നിങ്ങളൊരു ഒരിക്കലെടുത്ത് ആ കർമ്മം ഒന്ന് പോയി ചെയ്യും. എന്നിട്ട് നിങ്ങൾ ഈ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു നോക്കൂ. അവിടെ എല്ലാ ദോഷങ്ങളും തീർന്നു. തീർച്ചയായും ഞങ്ങൾ അത് ചെയ്യും പണിക്കരെ. അതിന് ഞങ്ങൾ എന്താ ചെയ്യേണ്ട പണിക്കര്? ഒന്നുമില്ല. പിതൃമോക്ഷത്തിനായി നമ്മളെയൊക്കെ കൈപിടിച്ച് നടത്തിയവർക്ക് ഒരു പിടി അന്നം, ഒരു തുള്ളി വേണം, ഒരു നുള്ളു പൂവ്, ഒരു നന്ദി വാക്ക്, അവരുടെയൊക്കെ നല്ല ഓർമ്മകൾക്ക് മുന്നിൽ ഒരു തുള്ളി കണ്ണുനീരിട്ട് വീണോട്ടെ. അതിലൂടെ തീരും നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും. നിങ്ങൾ ചെയ്തു വന്നിട്ടുള്ള അറിയാതെയും അറിഞ്ഞും ഒക്കെ ചെയ്തു വന്നിട്ടുള്ള സകല അപരാധങ്ങൾക്കും മോക്ഷം കിട്ടാൻ ഇതിനേക്കാളും മഹത്തായൊരു കർമ്മം നേടി. ഒപ്പം നിങ്ങളുടെ പുറത്തു നടക്കുന്ന സർക്കാർ ആയി വരട്ടെ. ഇത് മക്കൾ. അപ്പോ ശരിയെന്നാ കേട്ടാ. ഇതിരിക്കട്ടെ പണിക്കരെ. പണം കൊണ്ട് എല്ലാം നേടിയെടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ വാക്ക് ഞാൻ പാലിക്കണ്ടേ? ഇരിക്കട്ടെ. സന്തോഷത്തിന് ഞാനിത് എടുത്തിട്ടുണ്ട്. ശരി.
കർക്കിടകവാവിൻ പുണ്യതീർത്ഥത്തിൽ ആത്മാക്കൾക്കായി ബലി നൽകിടുന്നു. കാലം തെളിഞ്ഞാലും രണ്ടുപേരും കേറി ഇവിടെ ഇരുന്നു. മങ്ങാതെ ഈ മോനൊന്ന് പുണ്യതീർത്ഥം തട്ടിയെടുത്തോളൂ കേട്ടോ. ഹൃദയത്തിൽ ചേർത്തിടുന്നു. വലത് കൈയിന്റെ മോതിരവിരല് ആ പവിത്രം എടുത്ത് ധരിക്കും. ഹിന്ദിയിലെ വെള്ളം എടുത്ത് കൈയൊന്ന് കഴുകുക. ഹിന്ദിയിലെ വെള്ളത്തില് ഓംന്ന് എഴുതുക. രണ്ട് കൈ കൊണ്ട് കിണ്ടിയുടെ വായ്ഭാഗം അടച്ചു പിടിക്കുക. ഇടത് കൈ അടിയിലും വലത് കൈ മുകളിലും. ഓം ഗം ഗംഗായ നമഃ ഗംഗേച്ച യമുനേച്ചേവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്തേ സന്നിധിം ഗുരു. കിണ്ടിയിലെ ജലം ഇപ്പൊ ഗംഗാജലമായി. ഇനി അത് കുറച്ചെടുത്ത് ദേഹശുദ്ധി വരുത്തുക. ആ ഉരുളിയും കൂടെ വെച്ച് കൈ കഴിക്കോളൂ. പിതൃക്കൾക്ക് നീര് കൊടുക്കൂ. 3 പ്രാവശ്യം തെളിച്ചോളൂ. പുഷ്പം 3 പ്രാവശ്യം ഇട്ടോളൂ. ചന്ദനം 3 പ്രാവശ്യം തളിക്കൂ. എള്ള് 3 പ്രാവശ്യം ഇട്ടോളൂ. ഓം നമഃശിവായ. ആകാശം നോക്കി 3 പ്രാവശ്യം നീര് തെളിച്ചോളൂ. സൂര്യാചന്ദ്രമസോസ്തദാ താം നമസ്യാമഹം സർവാൻ. ഇനി ഭൂമിയെ നോക്കി 3 നീര് കൊടുത്തോളൂ. നക്ഷത്രാണാം ഗ്രഹാണാം ച വായവ്യോർനഭസസ്തദാ കുടുംബം സങ്കല്പിച്ച് 3 പ്രാവശ്യം നീര് കൊടുത്തോളൂ. നമസ്യാമി കൃതാഞ്ജലി. ദേവർഷീണാം നല്ല പോലെ പ്രാർത്ഥന ഉണ്ടായിക്കോട്ടെ. സർവലോക നമസ്കൃതാൻ അക്ഷയസ്യ സദാ ധാതൃൻ നമസ്യേഹം കൃതാഞ്ജലിം. പ്രജാപതേ കശ്യപായ സോമായ വരുണായ ച യോഗേശ്വരേഭ്യശ്ച സദാ നമസ്യാമി കൃതാഞ്ജലിം. നമോ ഗണേഭ്യ സപ്തഭ്യ സദാ ലോകേഷു സത്യസു. പിണ്ടത്തിന്റെ മുകളിൽ സ്വയംഭുവേ നമസ്യാമി ബ്രഹ്മണേ ലോകചക്ഷുസേ. സോമാധാരാൻ ഇപ്പൊ നമ്മള് പിതൃക്കൾക്ക് എള്ളുപൂവും വെള്ളം എല്ലാം കൊടുത്തു. ഇനി അവരുടെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുക. പിതൃക്കളെല്ലാം പരമാത്മാവിൽ ലയിച്ച് ദൈവചൈതന്യമായി മാറാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് നമസ്കരിക്കുക. നമസ്യാമി പിതൃന്നഹം. അഗ്നിശോമമയം വിശ്വം യത ഏതദശേഷത. എനിക്ക് അത്ര സങ്കടമൊന്നുമില്ല. അത്ര പൂരത എന്നോട് ജീവിച്ചിരിക്കുമ്പോ കാട്ടിയത്. അതൊക്കെ കഴിഞ്ഞില്ലേ പറഞ്ഞിട്ട് എന്താ കാര്യം? പെണ്ണിന്റെ വാക്ക് കേട്ടിട്ട് എന്നോട് അത്ര ദൂരതയാ ചെയ്തിട്ടുള്ളത്. മറക്കാനും പൊറുക്കാനും പറ്റാത്ത കാര്യങ്ങള് അവര് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം. മക്കളല്ലേ, നമ്മള് ക്ഷമിച്ചു. എനിക്ക് അതൊന്നും മറക്കാൻ പറ്റില്ല. എന്നെ ഉപദ്രവിച്ചുകൾ കൂടുതൽ എന്നെ ഉപദ്രവിച്ചോണ്ട് നമ്മുടെ മക്കള്. നീ പോയോടുകൂടി ഞാൻ എന്തിനാ ആത്മഹത്യ ചെയ്ത് അറിയോ? അത്ര ഒറ്റപ്പെട്ട് ഞാൻ. അതുകൊണ്ടാ മക്കളെ കയ്യില് കാശില്ലാണ്ടല്ല എന്നെ എത്രത്തോളം ദിവസം ഭക്ഷിച്ചിട്ടിട്ടുണ്ടെന്നു. അതെനിക്കറിയാൻ ദേവു. ഞാൻ എന്താ നിന്റെ അടുത്തേക്ക് പെട്ടെന്ന് വന്നറിയോ? മരുന്ന് മേടിക്കാൻ പോലും എനിക്ക് അവര് ഒരു തന്നില്ല. അല്ലെങ്കിലും ഭർത്താവ് ഇരിക്കലെ ഭാര്യ മരിച്ചാല്
ആ ഭർത്താവിന്റെ കാര്യം കഷ്ട. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മനസ്സിന്റെ പുരുഷന ദേവു ഇന്ന് നമ്മുടെ മക്കളുടെ സങ്കടം. അത് തിരിച്ചറിയാൻ മക്കൾ കുറച്ച് വൈകും, അതാണ് പ്രശ്നം. തിരിച്ചറിയാത്ത മക്കളുണ്ട്. നിങ്ങളുണ്ട് അവിടെ, ആരും വന്നില്ലേ? ഇല്ല, മക്കൾക്കൊക്കെ തിരക്കാവും. എത്ര തിരക്കുണ്ടെങ്കിലും ഇന്ന് കർക്കിടകമല്ലേ, ഇന്നെങ്കിലും അവർക്ക് അച്ഛനന്മാരെ സ്മരിച്ചൂടെ? എനിക്കിത് പുത്തിരി ഒന്നല്ല, എന്റെ മക്കളല്ലേ, അവര് വരില്ല എന്ന് എനിക്കറിയാം. എങ്കിലും എല്ലാ ബാഹുബലിക്കും ഞാൻ വരും. എല്ലാ പിതൃകർമ്മ കഴിഞ്ഞേ ഞാൻ മടങ്ങും. പ്രതീക്ഷ കൈവിടണ്ട. കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾ ഇതുവരെ കണ്ണീരൊഴുക്കി പോയതാണോ, വന്നില്ലേ? മക്കള് വരും. ഈ കണ്ണീര് മതിയടോ മക്കള് നിന്ന നേരിൽ കത്താൻ. പൊന്നു വാരി പിടിച്ചാലും മണ്ണായിത്തോളും. മൃഗശാപം, ശാപത്തിൽ നിന്ന് ഭഗവാന് പോലെ രക്ഷ കിട്ടിയിട്ടില്ല. പിന്നല്ലേ ഈ അശൂരയുടെ മനുഷ്യജന്മം. വാ ദേവു.